ഗൈസ്, നമ്മളിപ്പോൾ ഇന്നുള്ളത് എടപ്പള്ളിയിലാണ്ടോ. എടപ്പള്ളിയിൽ പെരുന്നാൾ വിടാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതേ രാവിലെ തുടങ്ങിയ പണികളാണ്ടോ. രാവിലെ തന്നെ പോയി കോഴീനെയൊക്കെ പൊക്കി സെറ്റ് ചെയ്ത് കെട്ടിയൊക്കെ ഇട്ടു. പിന്നെ നമുക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട്. പാത്രങ്ങൾ, വെള്ളം, ഇതൊക്കെ അവിടെ ഉണ്ടോയെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഇത് സാധനങ്ങളും നമ്മൾ വണ്ടിക്കകത്ത് കയറണം. ആ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ടും ചിക്കൻ എടുക്കാൻ മറക്കരുത്. ചിക്കൻ എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഒരു പ്ലേറ്റ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ആരായാലും കുറച്ച് ചിക്കൻ തരും കഴിക്കാൻ. എന്നാലും നമ്മൾ കൊണ്ടേ ഉണ്ടാക്കി കഴിക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ. അപ്പോൾ ഫുൾ ലോഡ് വണ്ടിക്കകത്ത് കയറിയിട്ടോ. വിറക് സഹിതം വെള്ളം സഹിതം എല്ലാം കയറിയിട്ടുണ്ട്. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പൻ്റെ കയ്യറുത്തപ്പോൾ കട്ട ചോരയെ മുഖത്ത് തെറിച്ചത്. പള്ളിപ്പെരുന്നാളിന് പോകണോണ്ട് തന്നെ ഒരു ഡിവേഷൻ സോങ് ഇട്ടിട്ടാട്ടോ പോയ വഴി ബാക്കി സാധനങ്ങളോട് മേടിക്കാൻ വേണ്ടി നമ്മൾ കടയിൽ കയറി. കുറച്ച് പച്ചക്കറിയും പൊടികളും സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. മെയിനായിട്ട് വെളിച്ചെണ്ണ മേടിക്കാൻ. അപ്പോൾ നമ്മൾ എടപ്പള്ളി എത്തിയിട്ടോ. എടപ്പള്ളി എത്തിക്കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ആദ്യം പോയി നേർച്ച ഇട്ടിട്ട് വേണം കോഴിനെ കൊല്ലാനൊക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഴയ പള്ളിയിൽ പോയി നേർച്ചയൊക്കെ ഇട്ടു. നമുക്ക് നേർച്ചയൊക്കെ തന്നു. ഇനി നമുക്ക് പുതിയ പള്ളിക്ക് കൊണ്ടൊന്ന് പോകണം. അങ്ങനെ നമ്മൾ പുതിയ പള്ളിയിലോട്ട് കയറിയിട്ട് പുതിയ പള്ളി കറക്റ്റ് നമ്മൾ കയറിയപ്പോൾ അടച്ച് തുടങ്ങുക. അടിച്ച് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന ടൈം ആയിരുന്നു. 10 മണി വരെ എന്തോ ആണ് അകത്തേക്ക് പ്രവേശനമുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം. വണ്ടിക്കന്ന് ഉപ്പ് വിട്ട് കർപ്പൂരം വരെ എല്ലാം എടുക്കണോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോഡ് സൈഡിൽ നമുക്കൊരു കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ സൈഡിൽ തന്നെ ഒന്ന് ഉണ്ടാക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പറ്റില്ല. ഇപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് അവർ തന്നെ ഒരു ഗ്രൗണ്ട് ഒരുക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മളെല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയി റെഡി ആക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആരാച്ചാർ കേട്ടോ. കണ്ണൂരിൽ നിന്ന് ഇറക്കിയതാണ്. നമ്മൾ ചെല്ലുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അതുപോലെ 11 മണി വരെയാണ് നമുക്കിവിടെ കുക്കിംഗ് അലൗഡ് ഉള്ളൂ. പക്ഷെ എന്നാലും വെന്ത് തീരാത്ത സാധനം നമ്മളിവിടെ എടുത്തുകൊണ്ട് പോകാമെന്ന് ആരും പറയില്ല. നമ്മുടെ കുക്കിംഗ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇറങ്ങി പോകാൻ പറയുള്ളൂ. അതുവരത്തേക്കും പിന്നെ 11 മണിക്ക് ശേഷം അകത്തേക്ക് ആരും കയറ്റണമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ നിങ്ങൾ മെയിനായിട്ട് കൊണ്ടുവരേണ്ട സാധനങ്ങൾ മുട്ടി, അതുപോലെ വെള്ളം ഇവിടെ കിട്ടും. വെള്ളം ഇവിടെ പൈപ്പിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. പക്ഷേ അത് എങ്ങനത്തെ വെള്ളമെന്ന് അറിയില്ലാത്ത കാരണം തന്നെ നമ്മൾ വേറെ വെള്ളം എടുത്ത് നമ്മൾ തന്നെ കൊണ്ടുവന്ന വെള്ളം യൂസ് ചെയ്യാനായിട്ട് ചെയ്തത്. വാഷ് ചെയ്യാനൊക്കെ ഇവിടുത്തെ വെള്ളം എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെള്ളം തന്നെയാണ് കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് എടുത്തത്. ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള മെയിൻ പ്രശ്നം ഇതാണ്. നമ്മുടെ ചിക്കൻ ആവണ വരെ ബാക്കിയുള്ളവരെ പ്ലേറ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളെ കൂട്ട് തന്നെ വേറെ 4 കൂട്ടുകാർ വന്നു കണ്ടത്. അവർ എന്നോട് പറഞ്ഞു പണ്ട് കുറേ പേര് കൂട്ടുകാർ വന്നുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ഞങ്ങളാകെ 4 പേരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ തന്നെയാണ് എല്ലാവരുടെ അവസ്ഥ. പഴയ കൂട്ടുകാരൊന്നും നമുക്ക് ഇപ്പോഴും കിട്ടാനൊന്നുമില്ല കൂടെ. നമ്മളാദ്യം പറഞ്ഞില്ലേ 11 മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ലാഗാക്കുന്നില്ല. കോഴിനെ തട്ടിക്കയറ്റി അടുപ്പത്തേറ്റാൻ പോകാണ്ടോ. അപ്പോൾ ഈ മുട്ടി നമ്മൾ കൊണ്ടുവരാൻ മറന്നു പോയതാണ്. തൊട്ടപ്പുറത്തെ ഒരു ഫാമിലി നമുക്ക് തന്നതാണ്ടോ ഈ മുട്ടി. അവർ തന്നില്ലാറിയും നമ്മൾ പെട്ടുപോയനെ. എന്തായാലും അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു നന്ദി. ഇപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി ഈ പുരട്ടിക്കൊണ്ടിരിക്കുന്നതും കണ്ണൂരിൽ നിന്നുള്ള ഇറക്കുമതിയാണ്ടോ. ചിക്കൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇറക്കിയതാണ് ഇതിനെ. ഇതിപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച 4 കൂട്ടുകാരുടെ ചിക്കൻ കറി കണ്ടോ. അവരെൻ്റെ അടുത്ത് വന്നിട്ട് ഒരു വീഡിയോ ഞങ്ങളെ കൂടി എടുക്കുമെന്നൊക്കെ ചോദിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്തതാണ് കേട്ടോ. പാവം ചേട്ടന്മാരാണ്, നല്ല കമ്പനിക്കാരായിരുന്നു കേട്ടോ. എന്നോട് പ്രത്യേകം പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ വിളിച്ചിട്ട് ഇത്തവണ വരാത്ത കൂട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്നെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ വിളിച്ചിട്ട് വരാത്ത കൂട്ടുകാർ പ്രതികാരമാണ് നിങ്ങളോടുള്ളത്. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഗുണമെന്ന് അറിയുമോ, പലതരം ആൾക്കാരാണ് വന്നത്, പല സ്ഥലത്തു നിന്നാണ് വന്നത്. അതുപോലെ തന്നെ പലതരം ചിക്കൻ കറിയാണ് ഇവിടെ ഉണ്ടായത്. ഓരോ ചിക്കൻ കറിയൊക്കെ കണ്ടു കഴിയുമ്പോൾ എല്ലാം വേറെ വേറെ ചിക്കൻ കറിയാണല്ലോ. അപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കും ഇങ്ങനെയൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റുമെന്നൊരു ആലോചിക്കുന്ന ചിക്കൻ കറികളൊക്കെ ഞാനിവിടെ കണ്ടായിരുന്നു. പക്ഷേ എല്ലാം അടിപൊളിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇത് ഓരോ സ്ഥലത്തും ഓരോ സെറ്റപ്പാണല്ലോ. നമ്മുടെ അടുത്താണല്ലോ നമ്മളിങ്ങനെ നാടൻ കോഴിയൊക്കെ വറുത്തരച്ച് ഒക്കെ ഉണ്ടാക്കണ പതിവൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കൻ കറി ഇതേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു മിനറൽ വാട്ടറാണ് യൂസ് ചെയ്ത്. ഇവിടുത്തെ വെള്ളം നമ്മളെടുത്തില്ല, മിനറൽ വാട്ടർ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് വെള്ളം ഇട്ട് വന്നുകൊണ്ട് ഒത്തിരി പണിക്ക് നിൽക്കേണ്ട വന്നില്ല. പക്ഷേ എന്നാലും ഇളക്കാൻ കൂടിയേക്കാന്ന് ചോദിച്ചാൽ ഇളക്കാൻ കൂടി തന്നെ കേട്ടോ.
ഇതാണ് നമ്മുടെ കൂടെ വന്ന 2 കുരുപ്പുകൾ. ഇവിടെ എന്താ സംഭവിക്കണേന്ന് ഒന്നും നമുക്കറിയണ്ട, നമ്മൾ ഈ ലോകത്തല്ല. നമുക്ക് 2 ഫോൺ കിട്ടിയാൽ മതി, ആ ഒരു ചിന്താഗതിയിലാണ് അവർ രണ്ടെണ്ണം. അപ്പോൾ അതായത് നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് ആയിട്ടോ. ഇനി വാങ്ങി വെച്ച് അങ്ങോട്ട് വിളമ്പുക, കഴിക്കുക. നല്ല വിശപ്പായി അപ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ കൂടെ പെട്ടെന്നുള്ള പരിപാടിയാണ്. നമ്മൾ തട്ടിക്കൂട്ടി ഓടിപ്പിടിച്ച് വന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സാധനങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ കുറച്ച് റൊട്ടി ഇവിടെ നിന്ന് മേടിച്ചിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനുണ്ടോ. അപ്പോൾ നിങ്ങൾ വരുന്നവർക്ക് ഇതുപോലെ റൊട്ടി വേണമെങ്കിൽ റൊട്ടി ഉണ്ടാകുക, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കപ്പ ഉണ്ടാക്കുമോ കഞ്ഞി ഉണ്ടാക്കുമോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ വേസ്റ്റ് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ തന്നെ കൊണ്ടുപോയി കളയുക. അതല്ലെങ്കിൽ നമുക്കിവിടെ തന്നെ അത് ഓരോന്നും ഡിസ്പോസ് ചെയ്യാനുള്ള പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് അതിൽ തന്നെ കൊണ്ടുപോയി ഉപേക്ഷിക്കുക. ഒരു കാരണവശാലും വലിച്ചെറിഞ്ഞിട്ട് പോകാൻ നിൽക്കരുത്, അത് ഭയങ്കര മോശമാണ്. ഞങ്ങൾ ഇത്തവണ ഒരു ചെറിയ കോഴിനായിട്ട് കൊണ്ടുവന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കറക്റ്റായിരുന്നു. ഒത്തിരി ബാക്കിയൊന്നും വന്നില്ല. പണ്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒത്തിരി പിന്നെയും തിരിച്ച് കെട്ടിച്ച് വന്നുകൊണ്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റൈലിൽ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ട് കേട്ടോ. എല്ലാവരും തിരക്കാണ്, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരാൻ താല്പര്യമുള്ളവരെല്ലാവരും ഈ ആഴ്ച തന്നെ വരാൻ നോക്കുക കേട്ടോ. ഈ ശനിയാഴ്ച ഞായറാഴ്ച വരത്തേക്കേ ഉള്ളൂ ഈ പരിപാടി. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു ചാൻസ് നമുക്ക് കിട്ടണമെങ്കിൽ പിന്നെ അടുത്ത വർഷം ആവണം കേട്ടോ. ഓരോ വർഷം കഴിയുന്തോറും ഓരോ പരിമിതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം നേരത്തെ തന്നെ വരാൻ നോക്കുക. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 11 മണി വരെയാണ് നമുക്ക് ഇവിടെ കുക്കിംഗ് അലൗഡ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് മുമ്പൊക്കെ വരാൻ ശ്രമിക്കുക. പള്ളിയിൽ കയറാൻ താല്പര്യമുള്ളവർ 10 മണിക്ക് മുമ്പ് വരിക, എന്നാലാണ് പള്ളിയിൽ കയറി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വായോ, പെരുന്നാൾ കളറാവട്ടെ, പെരുന്നാളൊക്കെ അടിച്ചു പൊളിക്കുകയും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ഇത് താടിയുന്നുണ്ട്.